എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് പ്രാർത്ഥനകൾ മാലാഖമാരുടെ സഹായം നേടുന്നു. അതിനാധാരമായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. ആ സുവിശേഷത്തിന്റെ പ്രകാശനത്തിൽ നിന്ന് സുവിശേഷത്തെക്കുറിച്ച് മാത്രമല്ല, വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും നമ്മൾ സുവിശേഷങ്ങളിലൂടെ പഠിക്കുന്നു. നമ്മൾ ന്യായവിധിയെക്കുറിച്ചുള്ള സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു സംരക്ഷണ വലയമായി ഇന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. കാരണം വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് കാലേകൂട്ടി നമ്മോട് നമ്മുടെ സുവിശേഷകന്മാർ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ സഭകളിൽ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാർ ആത്മാനിയോഗത്തിലൂടെ വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് വളരെ ഭംഗിയായി വിവിധ സന്ദർഭങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സുവിശേഷ ശകലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികതയിലേക്ക് വളരുന്നതിനോടൊപ്പം വരുവാനിരിക്കുന്ന ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ ആവശ്യമായ ഒരു പ്രബോധനം കൂടെ, അറിയിപ്പ് കൂടെയാണെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വെളിച്ചം വരുവാനിരിക്കുന്ന അപകടകരമായ കാര്യങ്ങളെ നമുക്ക് കാട്ടിത്തരുകയാണ്. ഓരോ പ്രഭാതത്തിലും നാം ഉണരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നാം ചെയ്യുന്നത് ശരിയായാലും തെറ്റായാലും അതിന് തക്ക പ്രതിഫലം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതുമാത്രമല്ല, ഇങ്ങനെ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അങ്ങനെ സുവിശേഷം അറിയാത്തവർക്കുള്ള ഗതി എന്താകും എന്നുകൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൂതുകളെ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുന്നത് നന്നായിരിക്കും. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആത്മീയ സ്വാധീനം പലപ്പോഴും അത് നമ്മുടെ നിത്യജീവന് മാത്രമല്ല, വരുവാനിരിക്കുന്ന ന്യായവിധിക്കും കാരണമാകുന്നു. പ്രത്യേകിച്ച് ദൈവവചനത്തിന്റെ ലംഘനം. എന്നാൽ ദൈനംദിനം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ ദൂതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ദൈവസന്നിധിയിൽ അങ്ങനെ വിവിധങ്ങളായ പുസ്തകങ്ങളുണ്ട്. ജീവന്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം എന്നൊക്കെ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ ദൈനംദിനം ദൈവത്തിന്റെ ദൂതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ന്യായവിധി ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടാകുന്നത്. അതിനർത്ഥം ഈ മാലാഖമാരെ ദൈവം എത്ര ശ്രേഷ്ഠമായ ദൗത്യം നൽകിയാണ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടിയാക്കിയിരിക്കുന്നെന്ന് നമ്മൾ ഓർത്തിരിക്കുന്നതായിരിക്കും. എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ നമുക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാലം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. വരുവാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ച് എല്ലാ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ ആ ന്യായവിധിയെ കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, ദൈവത്തിന് മഹത്വം, നമ്മുടെ പ്രാർത്ഥനകളെ കൂടെ ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ കഴിയുന്ന ദൈവദൂതന്മാരുടെ സഹായത്തിനും കൂടെ പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് മഹത്വം ആയതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ തെറ്റ് ചെയ്യുവാൻ 100 കണക്കിന് സാധ്യതകൾ ഈ ഭൗമിക ജീവിതത്തിലുണ്ടെങ്കിലും ദൈവം അതിനതീതമായി നിത്യജീവന ആസ്പദമായിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ ജീവിതത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വചനാടിസ്ഥാനത്തിലുള്ള ശ്രേഷ്ഠവും മെച്ചവും മാന്യമായ വഴികളിലൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വചനത്തെ ആസ്പദമാക്കി
ടെസ്റ്റിമണീസ് ഓഫ് ദ ചർച്ച് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നമ്മുടെ രക്ഷകൻ തന്നെ അനുസരിക്കുന്നവർക്ക് അമർത്യമായ മഹത്വവും നിത്യജീവനും ആണ് വാഗ്ദാനം ചെയ്യുന്നത്. ക്രിസ്തീയ സ്വഭാവ പൂർത്തീകരണം അവിടുന്ന് സാധ്യമാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി താൻ വിജയിച്ചതുപോലെ തന്റെ നാമത്തിലൂടെ അവർക്കും സ്വന്തമായി വിജയം നേടാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 6:23 ഇങ്ങനെ പറയുന്നു: പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു, എന്നാൽ ദൈവത്തിന്റെ ദാനമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ ആകുന്നു. ആയതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിത്യജീവൻ പ്രാപിക്കുവാൻ, ആ ന്യായവിധി നാളിൽ അതോ തെറ്റിയൊഴിഞ്ഞ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശ്വാസം സൂക്ഷിക്കുവാൻ കഴിയുന്ന വിധം നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടപെടുവാൻ ദൈവത്തിന്റെ ദൂതന്മാർക്ക് കഴിയും എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയില്. പരിശുദ്ധനായ നല്ല ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്നു. ഞങ്ങൾ എത്രയോ നിത്യജീവൻ ആവശ്യമായ ദൂതുകൾ ഞങ്ങൾ കേട്ടുകഴിഞ്ഞു. കർത്താവെ, ആ ന്യായവിധി നാളിൽ കർത്താവിന് മഹത്വം, ആ പാപികൾക്ക് അവരുടെ പ്രവർത്തിക്കൊത്തവണ്ണ പ്രതിഫലം നൽകുമ്പോൾ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുവാൻ ഇടയാകും വണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രഭാതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ള ഒരു ദിവസമാക്കി മാറ്റുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ. ആമേൻ.